ഈ കൊലപാതകത്തിന്റെ പേരിൽ സാർ എന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. തനിക്ക് ലൂക്കോസിനോടുണ്ടായിരുന്ന ശത്രുത എനിക്കറിയാം. എങ്കിൽ എന്റെ അച്ഛന്റെ കൊലപാതകളെ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? അവരെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് ഞാൻ ജയിലിൽ പോയത്. യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവരെ ചോദ്യം ചെയ്തോ? ശിക്ഷിച്ചോ? അവർക്കെതിരെ നടപടിയെടുക്കാൻ തെളിവുണ്ടായിരുന്നില്ല അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ലൂക്കോസിനെ കൊന്നത് ഞാനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരൊറ്റ സാക്ഷിയെ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇനി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കെതിരായിരിക്കും. പ്രതിപക്ഷ നേതാവിനുള്ള വൈരാഗ്യം തീർക്കാൻ സഖാവ് ലൂക്കോസിനെ മുഖ്യമന്ത്രി ദിവാകരൻ കൊന്നു. ബാല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു പോലീസ് ഓഫീസറും മുഖ്യമന്ത്രിയും എന്ന നിലയ്ക്ക് മാത്രമല്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഈ സന്ദർഭത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് മുഖ്യമന്ത്രി പദം രാജിവെച്ച് മന്ത്രിസഭ പിരിച്ചുവിടണം. മാത്യു, കേട്ടില്ലേ ജനരോഷം? ഇത് തടയാനാവില്ല. അല്ലെങ്കിൽ തന്നെ നാളെ നിയമസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നില്ല. നല്ലത് രാജിവെക്കുക. കുറെ കാലം ആയില്ലേ സാറേ ഈ കസേരയും കെട്ടിപ്പിടിച്ചിരിക്കുന്നു. മടുത്തില്ലേ? കൂടെ ഉള്ളവർക്ക് നാട്ടുകാർക്ക് അങ്ങേ വേണമെങ്കിൽ പിന്നെ എന്തിനാ ഇത് വലിച്ചെറിയണം സാർ? അങ്ങനെ എന്നെ പുറത്താക്കിയിട്ട് ആരും ഇവിടെ ഇരിക്കാമെന്ന് കരുതണ്ട. നിയമസഭ തന്നെ ഞാൻ പിരിച്ചുവിടും. ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് അപേക്ഷിക്കാൻ അധികാരമുള്ളൂ. അങ്ങേക്ക് നിയമം അറിയാലോ. മുഖ്യമന്ത്രി ശ്രീ ദിവാകരൻ രാജിവെച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീ ലൂക്കോസിന്റെ ദുരൂഹമായ മരണത്തെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ ദിവാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ന് രാജിവെക്കാനുണ്ടായത്. ബാലൻ ഇപ്പൊ കളിക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രം. ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഒരേ ഒരു യോഗ്യനേ ഉള്ളൂ. ഒരു വെടിക്ക് 3 പക്ഷികൾ. ലൂക്കോസിനോടുള്ള തന്റെ പക തീർക്കൽ. സഖാവ് ലൂക്കോസിന്റെ ദുരൂഹമായ മരണത്തിന്റെ പേരിൽ മന്ത്രിസഭ താഴെ. നാളെ ജനങ്ങളുടെ മുമ്പിൽ ആദർശധീരനായ രാഷ്ട്രീയത്തിന്റെ ചാണക്യതന്ത്രങ്ങളുമായി ബാലചന്ദ്രൻ മുഖ്യൻ. കൊള്ളാം. പക്ഷെ ഒരു സംശയം, നാളെ മജ്ലിസ് പാർട്ടി നമ്മളോടൊപ്പം വന്നില്ലെങ്കിൽ? വരും. കോയക്കുട്ടി സാഹിബ് നാളെ വന്നിരിക്കും. ഇനി ഞമ്മക്ക് നിങ്ങളൊരു രക്ഷയുള്ളൂ. മന്ത്രിസ്ഥാനല്ലാതെ ഞമ്മക്ക് നാട്ടിൽ പൊറുക്കാനേ വയ്യ. ഞമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു അവകാശവാദവും ഇല്ല. എങ്ങനെങ്കിലും നിങ്ങൾ മന്ത്രിസഭയിൽ നമ്മളും കൂടി ഒന്ന് എടുക്കണം. നിങ്ങൾ തന്നെയാണ് നമ്മളെ മുഖ്യമന്ത്രി. ശ്രീ ബാലചന്ദ്രൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരള മലയോര കർഷക സംഘം, മജ്ലിസ് പാർട്ടി എന്നിവരടങ്ങുന്ന സംയുക്ത മുന്നണി ഗവർണറെ സന്ദർശിച്ച് തങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കുകയും ശ്രീ ബാലചന്ദ്രനെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അന്തരിച്ച രാഷ്ട്രീയ നേതാവ് ശ്രീ അഴീക്കൽ രാഘവന്റെ മകനാണ് ശ്രീ ബാലചന്ദ്രൻ. ശ്രീദേവി, എനിക്ക് പോയേ പറ്റൂ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ബാലചന്ദ്രനെ ഈ നിലയിൽ വളർത്തിയതിൽ എനിക്കുണ്ട് പങ്ക്. ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. നാളെയാണ് അയാളുടെ സത്യപ്രതിജ്ഞ. ഒരു മാഫിയ തലവൻ ഈ നാട് ഭരിക്കാൻ അനുവദിച്ചുകൂടാ. നിനക്കൊരു ജീവിതം തരണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ചിലപ്പോ Yeah.
Balachandran, A.R. Balachandran, do here in the name of God do here solemnly affirm that solemnly affirm that I will not directly or indirectly I will not directly or indirectly communicate or reveal communicate or reveal സാർ ഐ മീൻ ന്യൂസ് any ഫോട്ടോ person or persons, any matter to any person or persons any matter which shall be brought under my consideration under my consideration എക്സ്ക്യൂസ് മീ or shall become known to me or shall become known to പ്ലീസ് me ഒന്ന് as a chief minister for the സാർ state of ഞാൻ Kerala, ഫോട്ടോ സാർ as പ്ലീസ് a chief minister for the state of Kerala, except as may be required except as may be required for the due discharge of my duties for the due discharge of my duties of such a chief minister. of such a chief minister. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിപദമേൽക്കുവാൻ ശ്രീമാൻ വഴുത്തല ശശി. എനിക്കൊരു വാക്ക് പറയണം. ബഹുമാനപ്പെട്ട ഗവർണർ, ചീഫ് സെക്രട്ടറി, എന്നോടൊപ്പം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമാൻ വഴുത്തല ശശി, കോയക്കുട്ടി സാഹിബ്, മണിയൻ, ജോസൂട്ടി, പ്രിയമുള്ള നാട്ടുകാരെ, ഈ വിജയം എന്റെ പരമമായ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം നേടുന്നതിന് ഞാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഇഷ്ടപ്പെടാതെ എന്റെ എല്ലാമായ അമ്മ എന്നോട് പിണങ്ങിപ്പിരിഞ്ഞു. ഇന്നും പാർട്ടിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന എന്റെ അമ്മയ്ക്ക് മറ്റൊരു വിധത്തിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ചില നേതാക്കൾ നടത്തുന്ന അഴിമതികളെ കുറിച്ച് അമ്മയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പാർട്ടിയെയും അതിനു മുമ്പേ അവരെന്നെ ജയിലിലടച്ചു. ഇരുമ്പഴിക്കുള്ളിൽ തനിച്ചു കഴിഞ്ഞ വേദനിക്കുന്ന ആ നാളുകൾ തിരിച്ചറിവിന്റേതായിരുന്നു. അണികളിൽ നിന്ന് ഒറ്റപ്പെട്ട എനിക്ക് ഇരുണ്ട വഴികളിലൂടെ ശക്തിയാർജിക്കേണ്ടി വന്നു. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർ പുറമേ ശത്രുത നടിക്കുമെങ്കിലും മറവിൽ ഒരുമിച്ച് ചേർന്ന് പൊതുമുതൽ കൊള്ളയടിക്കുന്നത് ഞാൻ കണ്ടു. കള്ളക്കടത്തിനും ആയുധ കച്ചവടത്തിനും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും കൂട്ടുനിൽക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് യഥാർത്ഥ ജനശത്രുക്കൾ. വിദേശ ഏജൻസികൾക്ക് ജന്മനാടിനെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാർ രാജ്യത്തെ ചുട്ടുകരിക്കാൻ, വർഗീയ സംഘടനകളിലൂടെ ഇവിടുത്തെ ക്രമസമാധാന നില അപകടപ്പെടുത്താൻ ശത്രു രാജ്യങ്ങളിൽ നിന്നും വരുത്തിയ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ RDX ഈ സംഘം നമ്മുടെ കടലോരത്തിറക്കി. മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ ഉണ്ടാകാവുന്ന ദുരന്തം മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ടൺ RDX നിങ്ങളുടെ മുഖ്യമന്ത്രിയായ ഞാൻ തന്നെ കൈവശപ്പെടുത്തി സൂക്ഷിക്കാനുണ്ടായത്. ഈ സത്യമറിയാതെ തെറ്റിദ്ധരിച്ച് എന്റെ ഒരേ ഒരു സുഹൃത്തും എന്നെ വിട്ടുപോയി. പക്ഷെ എന്നോട് കൂറ് കാണിക്കാൻ വേറെ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നു. പാരമ്പര്യവും രാഷ്ട്രീയ പ്രബുദ്ധതയും ഏറെയുള്ള ഇവിടുത്തെ ദേശീയ കക്ഷികളെ പോലും പരാജയപ്പെടുത്തിയാണ് അവർ എനിക്ക് ഈ സ്ഥാനം നേടിത്തന്നത്. ഈ നാട് ഭരിക്കാൻ ലിക്കർ ലോബിയും ഷുഗർ ലോബിയും തിരഞ്ഞെടുത്ത സാമൂഹ്യ വിരുദ്ധന്മാരും കൽക്കരി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണകൂടവും മതിയോ എന്ന് ജനം തീരുമാനിക്കണം. വർഗ സമരത്തിനും ഫ്യൂഡൽ പ്രഭുക്കൾക്കെതിരെ നടന്ന ഐതിഹാസികമായ സായുധ വിപ്ലവത്തിനും സർവോപരി സർവസമത്വത്തിനും പടയണി ചേർന്ന സംഘടന എവിടെ? നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടി എവിടെ? ആരാണ് നിങ്ങളെ തോൽപ്പിച്ചത്? സർവലോക തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷക്കാർ അധികാരത്തിനു വേണ്ടിയുള്ള തമ്മിൽ തല്ലും ജാതിപ്പോരും ഒഴിവാക്കി ഇനിയെങ്കിലും ഓർക്കുക. ഇല്ലെങ്കിൽ
വരും തലമുറയുടെ സ്വപ്നങ്ങൾ തകർത്ത് വിശ്വാസം നശിപ്പിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി അരച്ചു വരുന്ന അധികാരമോഹം മാത്രം കൈമുതലുള്ള ഒരു പറ്റം ജനശത്രുക്കൾ ഇവിടെ ജയിക്കും. എന്റെ ജയത്തിലൂടെ ആ സത്യം വെളിപ്പെടുന്നു. ഞങ്ങളുടെ പുതിയ മന്ത്രിസഭ വർഗീയവാദികളും കൂറുമാറ്റക്കാരും തിരുത്തൽവാദികളും ചേർന്നുണ്ടാക്കിയതാണ് എന്നുള്ളത് അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം മാത്രമാണ്. സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന ഈ വരുംകാല മന്ത്രിമാരെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞു പരത്തുന്നത് ശരിയല്ല. കൂറുമാറ്റത്തെ കുറിച്ചാണെങ്കിൽ എന്നും അവരുടെ കൂറ് ഒരു പാർട്ടിയോട് ആയിരുന്നില്ല, അവനവനോട് തന്നെയായിരുന്നു. ആ കൂറ് മാറിയിട്ടില്ല, ആർക്കും അത് മാറ്റാനും ആവില്ല. അതുപോലെ ജനാബ് കോയക്കുട്ടി സാഹിബ് ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സാഹിബിന് ഒരു മതത്തെയോ വർഗത്തെയോ എന്തിന് സ്വന്തം കുടുംബത്തെയോ പോലും പ്രതിനിധീകരിക്കാനാവില്ല. മന്ത്രി കസേര ഒഴിച്ച് മറ്റൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായി എന്റെ അറിവിലില്ല. ശ്രീമാൻ വഴിത്തല ഈ സ്ഥാനലബ്ധിക്ക് വേണ്ടി ദേവാലയങ്ങൾ തകർത്ത് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വരെ തയ്യാറായ വ്യക്തിയാണ്. അദ്ദേഹം ആരെയാണ്, എന്തിൽ നിന്നാണ് തിരുത്താൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശനിഷ്ഠയില്ലാതെ 20-25 ലക്ഷം രൂപ വരെ വിലപേശി കുതിരക്കച്ചവടം നടത്തി വന്ന ഊച്ചാളികളാണ് എനിക്ക് പിൻബലം തന്ന MLA-മാരിൽ ഭൂരിപക്ഷവും. ഇവർ ഈ നാട് ഭരിക്കണമോ എന്ന് ജനം തീരുമാനിക്കണം. ഞാൻ കറുത്ത വഴികളിലൂടെ സമ്പാദിച്ച പണമത്രയും മുടക്കിയാണ് ഈ MLA-മാരെ വിലക്കെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയായ ഞാൻ സ്പിരിറ്റ് കുംഭകോണം കള്ളക്കടത്ത് മുതൽ കൊലപാതകം വരെ നടത്തിയ ഒരു കുറ്റവാളിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഇത്തരം ദേശദ്രോഹികൾക്കെതിരെ ഈ രാജ്യത്തെ ജനം പ്രതികരിക്കണം. നിശബ്ദരും അസംഘടിതരുമായ ഭൂരിപക്ഷം ആലസ്യം വിട്ടുണരണം. അവിടെ എന്റെ ദൗത്യം അവസാനിക്കുന്നു. ഒരാഴ്ച മാത്രം സ്ഥാനത്തിരുന്ന മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാനും മണിക്കൂറുകൾ മാത്രമായി ചുരുക്കി പുതിയ റെക്കോർഡ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കണമെന്നും അതിനുവേണ്ടി എന്റെ രാജി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത്